ഫ്രണ്ട്സ്, ക്യാൻവാസ് രണ്ടായി മടക്കി നമുക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, ലെങ്ത്ത് 10 ഇഞ്ച് ഇതുപോലെ മാർക്കിങ് ചെയ്യാം. എന്നിട്ട് മുകളിൽ നിന്ന് 7 ഇഞ്ചും സൈഡിൽ നിന്ന് 4 ഇഞ്ചും ഇതുപോലെ മാർക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ ഭാഗത്തു നിന്ന് മുകളിലോട്ടും ഒന്ന് ഷേപ്പിങ് ചെയ്യാം. മുകളിൽ നിന്ന് ഈ ഭാഗത്ത് 4.5 ഇഞ്ച് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് 6 ഇഞ്ച് മാർക്കിങ് ചെയ്ത് ഒന്ന് സ്ക്വയർ ചെയ്യുക. നെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് 4.5 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് 6 ഇഞ്ചിലോട്ട് ഇങ്ങനെ വരച്ച് ഇതുപോലെ നമുക്ക് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഔട്ട്ലൈൻ ആദ്യം നമുക്ക് കട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ചുരിദാർ നെക്കിൽ ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്കിങ് ചെയ്ത ഭാഗമുണ്ടല്ലോ, ഈ 6 ഇഞ്ചും 4.5 ഇഞ്ചും ആ ഭാഗത്ത് നമുക്ക് കട്ടിങ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പേപ്പർ എടുക്കാം, അതിലൊന്ന് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തുണി ഫോൾഡ് ചെയ്ത് ഇതുപോലെ അയൺ ചെയ്ത് നീറ്റായിട്ട് എടുക്കാം. 2 കോൺട്രാസ്റ്റ് കളർ തുണിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ഓവർലാപ്പ് ചെയ്ത് അടുത്ത കളർ വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോ പീസസും ഓവർലാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ കട്ടിങ് ചെയ്ത ക്യാൻവാസ് ഉണ്ടല്ലോ, അത് ഇത് മൂടെ വെച്ച് നമുക്കൊന്ന് മാർക്കിങ് ചെയ്തതിന് ശേഷം ചുരിദാർ നെക്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന പേപ്പറൊക്കെ നമുക്ക് കീറിക്കളയാം. ഈ ചുരിദാറിന് ബാക്കിൽ 3 ഇഞ്ചും ലെങ്ത്ത് 5.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്.